ഭക്ഷണത്തിൽ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ എന്ത് ശിക്ഷ വേണം എന്ന് ജനം പ്രതികരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഞാൻ പൊതുവെ കഴിക്കാറില്ല. എന്തോ ഒരു പേടിയാണ് കഴിക്കാൻ. ചായ ആണെങ്കിലും കുടിക്കാറില്ല. ലൈസൻസ് മാത്രം റദ്ദാക്കിയാലും പറ്റില്ലല്ലോ. ലൈസൻസ് റദ്ദാക്കി അടുത്ത കൊടുക്കും. റെയിൽവേ കോൺട്രാക്ട് കൊടുക്കുന്നതല്ലേ, അവർക്ക് ലാഭകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് അവർ ചെയ്യുന്നത്. അത് ഇവര് നോക്കാത്തതുകൊണ്ടാണ്. പഴയ ഭക്ഷണം പിടിക്കുമ്പോൾ ലൈസൻസ് റദ്ദാക്കുമെന്ന് പറയുന്നത് വീണ്ടും കൊടുക്കും, വീണ്ടും അതേപോലെ ചെയ്യും. ഫുഡിന്റെ ക്വാളിറ്റി അത്ര മോശം നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മേടിക്കാറില്ല. ഒരിക്കലും കുറച്ചുകൂടി ഒരു ശക്തമായിട്ടുള്ള നടപടികൾ വേണം. ട്രെയിനിൽ ഇപ്പോൾ കക്കൂസിലുള്ള ഫുഡ് വെച്ചിട്ട് സപ്ലൈ ആക്കുന്നില്ലേ, അത് വേറെ കച്ചവടം നടക്കുന്ന തന്നെ ഉണ്ട്. അടച്ചുപൂട്ടിയ പ്രശ്നമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ പിന്നെ അത് ലൈസൻസ് പിന്നെയും കിട്ടും. നാട്ടിൽ നടക്കുന്ന സംഭവം അതന്നെ. ശക്തമായ നടപടി തന്നെ വേണമല്ലോ. യാത്രക്കാർക്ക് അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കാൻ പാടില്ലല്ലോ. മൊത്തത്തിൽ ബിസിനസ് മൈൻഡ് മാത്രമായിട്ട് പോകുന്നു. സ്വന്തമായിട്ട് എന്താ പറയുക, ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ പ്രോഫിറ്റ് മാത്രം കാണുന്ന ഒരു രീതിയാണ്. നിയമം പോരാന്നല്ല, പക്ഷെങ്കിലുള്ള നിയമം എത്രത്തോളം നല്ല രീതിയിൽ നടപ്പാവുന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സംഭവം സത്യം തന്നെയാവും. ഇത് ഒരാഴ്ച പിടിക്കും, വീണ്ടും പിടിക്കാതെ പിന്നെ വീണ്ടും അതേമാതിരി തന്നെ കറക്റ്റ് ഇതില്ല. അതിപ്പോൾ നമുക്ക് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നടപടിൻ്റെ പോരായ്മ തന്നെയല്ലേ. അത് ശരിക്കും ചെക്ക് ചെയ്യണം ഡെയിലി, എന്നിട്ട് മാത്രമേ ഭക്ഷണം കൊടുക്കാം. കാരണം നമ്മൾ അത് ഭക്ഷിച്ചിട്ടല്ലേ നമ്മുടെ ശരീരമൊക്കെ തകരാറായ. സ്റ്റേഷനിൽ പൊതുവെ പഴയ ഭക്ഷണം എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോഴും വരുന്നത്. അതിപ്പം അതിലിപ്പോൾ ഒരു മാറ്റം ഇതുവരെ വന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇടക്കിടക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഴകിയ ഭക്ഷണം കൊടുക്കുന്നത് കുറേയൊക്കെ ഒഴിവാകും. ഭക്ഷണം ഇത് പുതിയ കാരണമല്ല, സാധാരണ പൊടിക്കുന്ന അതിനുള്ള ബന്ധപ്പെട്ട വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ലൈസൻസ് കൊടുക്കുന്നത്. അത് നിർത്തണം. ഒരു കേസ് വരുമ്പം ഉടനെ കുറേ റെയ്ഡ് നടത്തുന്നു, പിന്നെ അതിൻ്റെ ചൂടങ്ങ് മാറിക്കഴിയുമ്പം പിന്നെ അതേപോലെ അങ്ങ് ആവുന്നു. നല്ല ശിക്ഷ കൊടുക്കണം. അവരാ ഇതിനെ പിന്നെ നടത്താനും സമ്മതിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഇവിടെ ഒരിടത്ത് ഒരു കട പൂട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തുറക്കുകയാണ്. അത് ഒഴിവാക്കണം. ഇത് കറക്റ്റായിട്ട് റൂട്ടീനായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റം വരും. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുന്നേ ആയിട്ട് പ്രിക്കോഷനായിട്ട് ചെക്ക് ചെയ്യണം. അത്ര പറയാനുള്ളൂ. ഒറ്റ വാക്കി പറയാം, സാമൂഹ്യദ്രോഹികൾ എന്നുള്ളതാണ്. എത്ര തവണ നമുക്കൊക്കെ ഭക്ഷണം തന്നു കാണും ഇവർ.